So, fifth module ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കോമൺ ഡിസാസ്റ്റർ ടൈപ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആർ ഫ്ലഡ്, എർത്ത് ഡ്രോട്ട്, ക്ലൗൺസ്, ലാൻഡ് സ്ലൈഡ്സ്, സുനാമി, ഹീറ്റ് വേവ്, കോൾഡ് വേവ്, അവലാഞ്ച്. ഓക്കെ, സോ ഇത്രയും മേജർ നാച്ചുറൽ ഡിസാസ്റ്റർ ഇന്ത്യ ഡിസ്കസ് ചെയ്തു. നൗ നെക്സ്റ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. So industrial disasters are disasters caused by chemical, mechanical, civil, electrical or other process failures due to accident, negligence or incompetence in an industrial plant, which may spill over to the areas outside the plant or with in causing damage to life, property and environment. അതായത് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന, that is due to the failure of any mechanical, civil, electrical or any accidents like that. Okay, അങ്ങനെ എന്തെങ്കിലും അത് ഇത് മാൻമെയ്ഡ് ഹസാർഡ്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫെയിലിയേഴ്സ്, പ്രോസസ് ഫെയിലിയർ കൊണ്ടോ ഉണ്ടാവുന്ന ആക്സിഡൻസ്, അത് ഇൻഡസ്ട്രിയൽ പ്ലാന്റിനകത്താവാം അല്ലെങ്കിൽ അതിന്റെ നിയർ ബൈ ഏരിയാസിലും, ദാറ്റ് കോസിംഗ് ഡാമേജ് ടു ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ്. ദാറ്റ് ആർ കോൾഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. ഓക്കെ, സോ ന്യൂ ഇൻഡസ്ട്രീസ് ആർ പറ്റിയ റാപ്പിഡ് റേറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററിന്റെ പോസിബിലിറ്റിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ, ദാറ്റ് ഇസ് കെമിക്കൽ ഡിസാസ്റ്റർ. Chemical disasters are occurrence of emission, fire or explosion involving one or more hazardous chemicals in the course of industrial activity, storage or transportation or due to natural events, leading to serious effects inside or outside the installation, likely to cause loss of life and property, including adverse effects on the environment. Chemical accident or emergency can result in extensive damage to the environment with a considerable human and economic cost. That is chemical disaster എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റിസൾട്ട്, അതായത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അതുപോലെയുള്ള കേസിലൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഡ്യൂ ടു ദ എമിഷൻ, fire or explosion that involves one or more hazardous chemicals. അത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോസസ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിന്റെ പാർട്ടായിട്ട് വരാം, ഓർ സ്റ്റോറേജ് ഓർ ട്രാൻസ്പോർട്ടേഷൻ. ഈ ഇതുപോലത്തെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസിന്റെ സ്റ്റോറേജ് ടൈമിലുള്ള ഇഷ്യൂസ്, ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ഓക്കെ, സോ that led to serious effect inside or outside the installation, likely to cause loss of life and property, including adverse effect on the environment. നമുക്ക് ഇതുപോലെ ടാങ്കർ ലോറിന്റെ കേസിലൊക്കെ വരുന്ന എക്സ്പ്ലോഷൻസ് അല്ലെ, അതുപോലത്തെ ആക്സിഡൻസ് വരുന്നതും എല്ലാം എന്താണ് കെമിക്കൽ ഡിസാസ്റ്റേഴ്സിൽ പറയാം. അതായത് എക്സ്പ്ലോഷൻ, ഫയർ, അങ്ങനെ എന്തെങ്കിലും കെമിക്കൽസിന്റെ എഫക്ട് കൊണ്ട്, ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസാസ്റ്റർ ആണ് കെമിക്കൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് മീൻ ഓൾസോ റിസൾട്ട് ഇൻ എൻവയോൺമെന്റൽ ആൻഡ് ഹ്യൂമൻ ലോസ്റ്റ്. Then these chemical and industrial emergencies may arise in a number of ways. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് രീതിയിൽ ഈ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് വരാം? ദാറ്റ് ആർ എക്സ്പ്ലോഷൻ ഇൻ എ പ്ലാന്റ്. ഇപ്പൊ ഇത് കെമിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി നടക്കുന്ന അവിടെ ഒരു എക്സ്പ്ലോഷൻസ് ഉണ്ടാവാം. ആക്സിഡന്റ് ഇൻ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഓഫ് കെമിക്കൽ സ്റ്റോറേജ് ഫെസിലിറ്റി സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന ആക്സിഡൻസ് ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കെമിക്കൽ. അതെ, ഇപ്പോൾ നിങ്ങൾ ടാങ്കർ ലോറിന്റെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് വരുന്നത് അത് നമുക്ക് അതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അത് മാത്രമല്ല, അല്ലാത്ത ഏത് കെമിക്കൽസിന്റെയും മിസ്യൂസ് ഓഫ് കെമിക്കൽസ്, അത് നമ്മുടെ ഇപ്പം ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ പറയുവാണെങ്കിൽ ആക്ച്വലി മിസ്യൂസ് ഓഫ് കെമിക്കൽസ് ആണ് അല്ലെ. ഇംപ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്, ആക്സിഡൻസ് ഇൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, ടെക്നോളജി സിസ്റ്റം ഫെയിലിയേഴ്സ്. ഓക്കെ, ചില സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇലക്ട്രിക് അല്ലെ കറണ്ടിലുള്ള ഇലക്ട്രിക് ലൈനിലുള്ള ഫെയിലിയേഴ്സിനെ കൊണ്ടൊക്കെ ഉണ്ടാവാം, മെഷീൻസിലെ ഫെയിലിയേഴ്സിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാവാം. ഫെയിലിയേഴ്സ് ഓഫ് പ്ലാന്റ് സേഫ്റ്റി ഡിസൈൻ, ഹ്യൂമൻ എറർ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ടാവാം. അപ്പൊ ഇങ്ങനെ പല റീസൺസ് കൊണ്ടും എന്തുണ്ടാവാം, ഇൻഡസ്ട്രിയൽ ഓർ കെമിക്കൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ദെൻ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ വേറൊന്നാണ് റോഡ് ആക്സിഡന്റ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് റോഡ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഡിസാസ്റ്റർ എന്ന് പറയാനുള്ള റീസൺ, നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലാർജ് കമ്മ്യൂണിറ്റിനെ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ പീപ്പിൾ ലോസ് ഒരുമിച്ചുണ്ടാവും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡെയിലി റോഡ് ആക്സിഡന്റിൽ ഉണ്ടാവുന്ന ഡെത്ത് വെച്ചിട്ട് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനും എന്തായിട്ട് പറയേണ്ടി വരും, ദാറ്റ്സ് ഓൾസോ എ ഡിസാസ്റ്റർ എന്ന് പറയേണ്ട കേസാണ്.
ഓക്കെ, കാരണം ഡെയിലി അത്ര കേസസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ ഒരു എർത്ത് കേക്ക് ഉണ്ടായി, ആ ഒരു ദിവസം കൊണ്ടുണ്ടായ പെട്ടെന്നുണ്ടായ ലോസ് വരുമ്പോൾ അത് നമുക്ക് വലിയൊരു നമ്പർ ആയിട്ട് കാണുന്നത്. ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെയിലി ഉണ്ടാകുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി അത് വലിയൊരു നമ്പറാണ്, നമുക്ക് ഡിസാസ്റ്ററിന്റെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടി വരും. ഓക്കെ, ദ റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹാസ് ബ്രോട്ട് വിത്ത് ഇറ്റ് എ ചാലഞ്ച് ഓഫ് അഡ്രസ്സിംഗ് adverse factors such as the increase in road accident. It is a human tragedy. Obviously, മോസ്റ്റ്ലി എന്താണ്, കെയർലെസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെ, ഹ്യൂമൻ എറർ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ചില സമയത്ത് നമ്മുടെ ഈ വെഹിക്കിളിന്റെ എന്തെങ്കിലും പാർട്ട് ഫെയിലിയർ ആയതുകൊണ്ടോ അങ്ങനെയൊക്കെ വരാം. മോസ്റ്റ്ലി ഹ്യൂമൻ എറർ ആണ്. It involves high human suffering and monetary cost in terms of premature death, injury, loss of productivity, etc. In India, motor vehicles, including two-wheelers, are growing at a faster rate than the economic and population growth. നമ്മുടെ എക്കണോമിക് ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്തിനെക്കാട്ടിയും കൂടുതലാണ് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിളിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, യൂസേജ്. Okay, so that is one man-made disaster. Then similar to that, there are rail accidents. Railway disaster is a serious train accident due to natural or human-made causes that may lead to loss of many lives or grievous injuries to a large number of people, etc., necessitating large-scale help from other government or non-government private organization. ട്രെയിൻ ആക്സിഡന്റ് ആണെങ്കിൽ ഒന്നുകൂടെ അവിടെ എന്താണ്, അവിടെ ആക്ച്വലി അത് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസാസ്റ്ററിന്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താവും, അവിടെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, അതിനകത്ത് അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ എഫക്ട് ചെയ്യും. Okay, the preparation of disaster management plan on Indian Railways and on the zonal railways in coordination with the different departments of the railway, other central or state government agencies, NGO, private agencies, etc., has to be done by the safety department in the railway board on the zonal railway divisions. റെയിൽവേയിൽ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. Then other one is എയർ ആക്സിഡൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു പോകുന്ന കാര്യമുള്ളൂ കേട്ടോ. സോ എയർ ആക്സിഡൻസ് ആർ ബൈ ആൻഡ് ലാർജ് 4 types ഉണ്ട്. മിഡ് എയർ കൊളിഷൻസ്, ഫോഴ്സ്ഡ് ലാൻഡിങ്സ്, ടെക്നിക്കൽ സ്നാക്സ് ആൻഡ് എയർ ക്രാഷ് ഇൻ മൗണ്ടൻ ടെറൈൻ ഡ്യൂ ടു പുവർ വിസിബിലിറ്റി. ഈ എയർ ആക്സിഡൻസും നമ്മൾ മോസ്റ്റ്ലി എന്താണ് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം റയറായിട്ട് ഉണ്ടാവാനുള്ള, എന്നാലും ഈ പറയുന്ന എല്ലാവരുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾ തന്നെ ന്യൂസ് വായിക്കുന്നുണ്ടോ അല്ലെ. So while air accident can occur at any time, at any place, in areas within and about 30 to 40 kilometer radius of airports are most vulnerable. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിക്കവാറും എയർ ആക്സിഡൻസ് ഈ എയർപോർട്ടിനടുത്ത് ഒന്നുകിൽ അതിന്റെ ടേക്ക് ഓഫിന്റെ ടൈം അല്ലെങ്കിൽ ലാൻഡിങ് ടൈം. ഓക്കെ, സോ ആ ഒരു 2 ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, മിക്കവാറും എയർ ആക്സിഡൻസ് ഒക്കർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു 30 to 40 kilometer റേഡിയസ് എയർപോർട്ടിന്റെ ആ ഏരിയ ആണ് മോസ്റ്റ് വൾണറബിൾ പറയുന്നത് എയർ ആക്സിഡൻസിന്. Experience shows that majority of air accidents occur either during takeoff and near major airports where flight paths get congested. ആ 2 ടൈമിനാണ് മിക്കവാറും പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെ. In addition, air accident also takes place at remote, inaccessible place like forest, hilly and mountain region, high seas, etc. അതായത് സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി ഉള്ള ഏരിയാസിൽ, അതായത് ഫോറസ്റ്റ് ഏരിയ, ഹില്ലി ഏരിയാസ്, സീന്റെ മേലെ അങ്ങനെയുള്ള വരുന്ന കേസസിലും എന്താവാം, ചില സമയം ഈ സിഗ്നൽ, അതായത് നമ്മുടെ ആ ഒരു കൺട്രോള് ലോസ് ആയി പോയിട്ട് ചിലപ്പോൾ ആക്സിഡൻസ് ഉണ്ടാവാം. കോസസ് എയർ ആക്സിഡൻസ് ആർ എയ്തർ ഹ്യൂമൻ ഫെയിലിയർ ഓഫ് പൈലറ്റ് ഓർ എയർ ട്രാഫിക് കൺട്രോളേഴ്സ്, ടെക്നിക്കൽ ഫെയിലിയേഴ്സ് ഓൺ എ ബോർഡ്, ലാൻഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഒന്നുകിൽ ഹ്യൂമൻ എറർ ആവാം, പൈലറ്റിന്റെ അല്ലെങ്കിൽ ഇവിടുന്ന് കൺട്രോൾ ട്രാഫിക് കൺട്രോളേഴ്സിൻ്റെത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫെയിലിയേഴ്സ് ആവാം, അതിന്റെ ഏതെങ്കിലും പാർട്ടിന്റെ പ്രശ്നങ്ങളോ ലാൻഡിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രശ്നങ്ങളോ ആവാം. ഇൻ റെയർ കേസസ് ഇറ്റ് മേ ഓൾസോ റിസൾട്ട് ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. അങ്ങനെയും ആക്സിഡൻസ് ഉണ്ടായി. ദെൻ അതുപോലെ മേജർ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ് മൈൻ ഡിസാസ്റ്റേഴ്സ്. മൈൻസ് ആക്ട്, അതിനെപ്പറ്റി ഒരു 1965 ഒരു ആക്ട് ഉണ്ട്, ഡിസാസ്റ്റർ ആസ് ആൻ ആക്ട് ആക്സിഡന്റ് കോസിംഗ് ലോസ് ഓഫ് മോർ ദാൻ 10 ലൈഫ്സ്. അപ്പൊ ഈ മൈൻ ആക്സിഡൻസിൽ ഒരു 10 പേർ കൂടുതൽ ലോസാവുകയാണെങ്കിൽ അതിനെ മൈൻ ആക്സിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, മൈനിങ് ആക്സിഡന്റ് ഇസ് ആക്സിഡന്റ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ് മൈനിങ് മിനറൽസ്. അപ്പൊ മിനറൽസിന്റെ ആ മൈനിങ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് ആണ്. Thousands of miners die from mining accidents each year, especially in the process of coal mining and hard rock mining. So hard rock mining അല്ലെങ്കിൽ coal mining ന്റെ ടൈമിലൊക്കെ thousands of ആൾക്കാർ ഇയർലി. ഓക്കെ, അപ്പോൾ ഒരു മോർ ദാൻ ലൈഫ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മൈൻ ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ടൈപ്സ് ഓഫ് മൈനിങ് ഡിസാസ്റ്റർ ലോസസ് ഇമ്പാക്ട്സ് ആർ. അപ്പോൾ അതിന്റെ ടൈപ്സ് ഓഫ് മൈനിങ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് ഫോൾ ഡിസാസ്റ്റർ ഇൻ ഓപ്പൺ കാസ്റ്റ് മൈൻസ്,
roof and side falls in underground mines, collapse of mine pillars, air blast, failure of rock haulage, accident due to electricity, mine fire, accident due to explosive, inundations, explosions in mines, rock burst and bumps. ഇപ്പൊ ഇങ്ങനെ പല റീസൺസ് കൊണ്ട് ആ ഒരു മൈനിങ് പ്രോസസ്സിൽ എന്തുണ്ടാവാം, ആക്സിഡൻസ് ഉണ്ടാവാം. സോ ദാറ്റ്സ് ഓൾസോ എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ. ദെൻ എപ്പിഡമിക്സ്, ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ്. ഇപ്പോഴത്തെ കേസിൽ നമുക്കറിയാം എപ്പിഡമിക് എന്താണെന്ന് ഇനി പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസാസ്റ്റർ ആണ് ഇപ്പം, അല്ലെ? ഒരു 2 വർഷം അല്ലെ, എല്ലാ കാര്യങ്ങളെയും എങ്ങനെയൊക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്നും ഹ്യൂമൻ ലൈഫ് ആയാലും എക്കണോമിക്കലായിട്ടുള്ള സ്റ്റാറ്റസ് ആയി കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളിലും അല്ലെ എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എപ്പിഡമിക്കിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇൻഫെക്ഷൻസ് ഡിസീസസ് ആർ എ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. An epidemic refers to an increase, often sudden, in number of cases of a disease in a community, clearly in excess of what is normally expected in that population. അതായത് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതലായിട്ട് ഒരു പെട്ടെന്നൊരു ഇൻക്രീസ്, അതായത് ആ ഒരു ഡിസീസിന്റെ കേസിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ എക്സസ് ഇൻക്രീസ് ഉണ്ടാവുന്ന കേസിലാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. എപ്പിഡമിക്സ് ആർ പബ്ലിക് ഹെൽത്ത് എമർജൻസീസ് വിച്ച് ഡിസ്റപ്റ്റ് റൊട്ടീൻ ഹെൽത്ത് സർവീസ് ആൻഡ് ആർ മേജർ ഡ്രെയിൻ ഓൺ റിസോഴ്സസ്. ഒക്കെ നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഇപ്പം ഈ സാധാരണ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ലെവലിനെ എഫക്ട് ചെയ്താൽ പോലും നമ്മളത് എപ്പിഡമിക് ആയിട്ട് പറയും. ഇതിപ്പം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന COVID-19 വേൾഡ് വൈഡ് എഫക്ട് ചെയ്ത ഒരു എപ്പിഡമിക് ആണ്, അല്ലെ? അപ്പൊ അത് ഡിസ്റപ്റ്റ് റൊട്ടീൻ സർവീസസ്, നോർമൽ ഹെൽത്ത് സർവീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. മേജർ ഡ്രെയിൻ ഓൺ റിസോഴ്സസ്, അതായത് നമുക്ക് ഈ ഹോസ്പിറ്റൽ അവൈലബിലിറ്റി, അത് മെയിൻ ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഏത് എപ്പിഡമിക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു എക്സസ് നമ്പർ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ നമ്പർ കേസസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഈ റിസോഴ്സസിന്റെ പ്രശ്നം ഉണ്ടാവും. എപ്പിഡമിക്സ് ഇൻക്ലൂഡ് വൈറൽ ഇൻഫെക്ഷൻ ഡിസീസസ്, മെനിഞ്ചൈറ്റിസ്, മീസിൽസ്, ഡെങ്കു, പോളിയോ, ടൈഫോയിഡ് ഫീവർ എക്സെട്ര, ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഡിസീസസ്, കോളറ, ഡയറിയ എക്സെട്ര. ഇതൊക്കെ എപ്പിഡമിക്കിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ അന്നേരം കൊറോണ വരാത്തതുകൊണ്ടാണ് COVID-19 അതിനകത്ത് വരാത്തത്. അതും എന്താണ് നമുക്ക് ഈ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷന്റെ കൂട്ടത്തിൽ വരാവുന്നതാണ്. ഓക്കെ, the main cause for epidemic are non-availability of clean and hygienic drinking water, contamination of drinking water sources. അതൊക്കെ മിക്കവാറും ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡിസീസിന്റെ കോസസ് അതൊക്കെയാണ്, ഹൈജീനിറ്റിന്റെ പ്രശ്നമാണ്. Then lack of awareness of sanitation, unhygienic food, overcrowding, biological conditions in addition to ecological factors. Okay, so എപ്പിഡമിക്കിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ആ ഒരു സഡൻ ഇൻക്രീസ്, ഓക്കെ, സഡൻ ഇൻക്രീസ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസീസ് ഇൻ എ കമ്മ്യൂണിറ്റി, that is more than we expected. Okay, then അത് നമ്മുടെ നോർമൽ ഹെൽത്ത് സർവീസിനെ എഫക്ട് ചെയ്യും. അതേപോലെ മേജർ ഡ്രെയിൻ ഇൻ റിസോഴ്സസ്, then അതിൽ ബാക്ടീരിയൽ ഡിസീസസും അതേപോലെ വൈറസ് ഇൻഫെക്ഷൻ ഡിസീസസും വരും. ഓക്കെ, അബൌട്ട് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. അപ്പൊ കോമൺ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യയിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒന്ന് ഓർക്കുക മെയിൻ ആയിട്ട് വരുന്നത്, പിന്നെ അതേപോലെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും. ഓക്കെ, ഇതില് ചിലപ്പോ എക്സാമിന് ഇതേപോലെ ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഓരോ ഡിസാസ്റ്ററും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ആ ഡിസാസ്റ്ററിനെ കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്, ഏതോ അതിന്റെ കണ്ടീഷൻ എന്താണ്, പിന്നെ അതിന് നമുക്ക് വൾണറബിൾ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഈ 2-3 പോയിന്റ്സ് എല്ലാ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് മാൻമെയ്ഡിലും അതേപോലെ തന്നെ നാച്ചുറലും. മിക്കവാറും നാച്ചുറൽ ഒക്കെയാണ് എടുത്ത് ചോദിക്കുക. പിന്നെ എപ്പിഡമിക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഫേസ് ചെയ്തിട്ടുണ്ട്, കറണ്ട് സോഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് ചിലപ്പോൾ അതും ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2-3 ലൈൻസ്, അതിൽ എന്താണ് സംഭവം എന്ന് എഴുതണം, അതെന്തുകൊണ്ട് ഡിസാസ്റ്റർ ആയിട്ട് വരുന്നതെന്ന് എഴുതണം, പിന്നെ അതിന്റെ കോസസ്, പിന്നെ അതിന് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ്, നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിൽ അതിന് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ്, പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ മൊഡ്യൂളിൽ പറയാനുള്ള ഇപ്പം ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ത്യയിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് വാട്ട് ഈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005, അത് ഇന്ത്യയിലുള്ള നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ് 2005 ഫോഴ്സിൽ വന്നത്. Okay, that defines disaster management as an integrated process of planning, organizing, coordinating and implementing measures which are necessary for
അതായത് എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഇന്റഗ്രേറ്റഡ് പ്രോസസ്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പ്ലാനിങ്, ഓർഗനൈസിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് മെഷേഴ്സ് which are necessary for prevention of threat of any disaster, reduction of risk of any disaster or its consequences, readiness to deal with any disaster, promptness in dealing with a disaster, assessing the severity of the effect of any disaster, rescue and relief, rehabilitation and reconstruction. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് അതിന്റെ പ്രിവെൻഷൻ തൊട്ട്, അതായത് ബിഫോർ ഡിസാസ്റ്റർ ഉള്ള പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ് മെഷേഴ്സ്, പിന്നെ അതേപോലെ അതിന്റെ എഫക്ട് അസസ് ചെയ്യുന്നത്, റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ, എല്ലാത്തിന്റെയും പ്ലാനിങ്, ഓർഗനൈസിംഗ്, കോർഡിനേഷൻ ആൻഡ് ഇംപ്ലിമെന്റിംഗ് മെഷേഴ്സ്. അതിനെയാണ് കംപ്ലീറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005. ഇത് ഇന്ത്യയിലുള്ള ഒരു ആക്ട് ആണ്. അതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടെ പറയാനുണ്ട്. ആൻഡ് മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിവിഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിവിഷന്റെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിസോഴ്സ് മൊബിലൈസേഷൻ ഫോർ റിലീഫ് ആൻഡ് റെസ്പോൺസ് ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എക്സെപ്റ്റ് ഡ്രോട്ട്, ഹെയിൽസ്റ്റോംസ്, കോൾഡ് ആൻഡ് ഫോറസ്റ്റ് വേവ്സ് ആൻഡ് പെസ്റ്റ് അറ്റാക്ക്. ഓക്കെ, റിസോഴ്സ് മൊബിലൈസേഷൻ, അത് റിലീഫ് ആൻഡ് റെസ്പോൺസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ. ദെൻ ഓപ്പറേഷൻ ഓഫ് കൺട്രോൾ റൂം ആൻഡ് സിറ്റുവേഷൻ റിപ്പോർട്ട്സ്, ദാറ്റ് ഈസ് ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓപ്പറേഷൻ റൂം കൺട്രോള്, അതേപോലെ ഈ സിറ്റുവേഷൻ റിപ്പോർട്ട്സ്. ദെൻ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്, അപ്പൊ ആവശ്യമുള്ള സമയത്ത് ഏർലി വാർണിംഗ്സ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. ഓക്കെ, സോ ഒബ്വിയസ്ലി ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിൻലി ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ്. സോ റിലേറ്റഡ് ടു അവർ റെസ്പോൺസ് ഫണ്ട്. Then all matters related to disaster response, preparedness, prevention, mitigation and capacity building. അതായത് ഈ എല്ലാ ആക്ടിവിറ്റീസും, റെസ്പോൺസ്, പ്രിപ്പയർനെസ്, പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, കപ്പാസിറ്റി ബിൽഡിംഗ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും. ദെൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഓർ ലോങ് ടേം റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ, all administrative and budget matters related to NDMA, NDRF, NIDM. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇന്ത്യയിലുള്ള ഡിഫറെന്റ് ഏജൻസീസ് ആണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺട്രോളിലുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് അന്നേരം പറയാം. ഓക്കെ, സോ അതിന്റെ ബഡ്ജറ്റ് മാറ്റേഴ്സ്, സ്ട്രെങ്തനിങ് ഓഫ് ഫയർ ആൻഡ് എമർജൻസി സർവീസസ്, all matters related to fire service, civil defense and home guard including Director General of National Civil Defense College, National Fire Service College, etc. Administration of Disaster Management Act 2005 provides secretarial support to NEC, HSC and NBTR. ഇതൊക്കെ നമുക്ക് പറയാം. കുറെ ഏജൻസീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവരുടെ ഫണ്ടിങ്, സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ നമ്മുടെ എമർജൻസി സർവീസസിന്റെ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ്. ദെൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ, ചില ഡിസാസ്റ്റേഴ്സ് നമുക്ക് നാഷണൽ ലെവലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്റർനാഷണൽ കോപ്പറേഷൻ. Then post disaster, അതായത് റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. Then before disaster, പ്രീ ഡിസാസ്റ്റർ ആയിട്ടുള്ള റെസ്പോൺസ്, പ്രിപ്പയർനെസ്, പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, കപ്പാസിറ്റി ബിൽഡിംഗ്. പിന്നെ അതേപോലെ ഏർലി വാർണിംഗ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിവിഷന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, സോ മേജർ ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്ന കുറച്ച് റൂൾസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള മേജർ റൂൾസ് അല്ലെങ്കിൽ ആക്ട്സ്. ഓക്കെ, സോ ദ ഫോളോയിങ് ലെജിസ്ലേഷൻസ് ഹാവ് ബീൻ enacted in India for prevention of biohazards and implementation of protective, eradicative, containing measures when there is an outbreak. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലെജിസ്ലേഷൻസ്. അതിൽ ഫസ്റ്റ് വന്ന ഒന്നാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. വാട്ടർ ആക്ട് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1974 ഒരു റൂളാണ്. ദെൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1981. ദെൻ കംപ്ലീറ്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ആൻഡ് ദ റൂൾസ് Disaster Management Act 2005, that is the latest one, provides for the institutional and operational framework for disaster prevention, mitigation, response, preparedness and recovery at all levels. അപ്പോൾ ആദ്യം ഇനീഷ്യലി ആക്ച്വലി ഓരോ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആക്ട് വന്നിട്ടുള്ളത്. ഈ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ,
ഇതൊക്കെ എന്താണ് ശരിക്കും ഡിസാസ്റ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെജിസ്ലേഷൻസ് തന്നെയാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അത് ഈ പറയുന്ന പോലെ എല്ലാ ലെവൽസിലും ഏത് ഡിസാസ്റ്റർ ആയിക്കഴിഞ്ഞാലും അതിന്റെ എല്ലാ കംപ്ലീറ്റ് ലെവലിലുള്ള മാനേജ്മെന്റ്, അതിൽ പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, റെസ്പോൺസ്, പ്രിപ്പയർനെസ്, അതിന്റെ എല്ലാ ഓപ്പറേഷണൽ ഫ്രെയിം വർക്കും കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആവുന്നതാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്. ഓക്കെ, വേറെയും കുറെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട്സ് ഉണ്ട്, ലെജിസ്ലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതും അതേപോലെ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആവുന്നതും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലാണ്. സോ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005, DMA 2005 is an act passed by the government of India for the efficient management of disasters and other matters connected to it. So complete disaster related ആയിട്ടുള്ള മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2005 ഇൻഫോഴ്സ് വന്ന ഒരു ആക്ട് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞത്. വിത്ത് എഫക്ട് ഫ്രം സച്ച് ഡേറ്റ് ആസ് സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിന്റ് ഇൻ ദിസ് ബിഹാഫ് there shall be established for the purpose of this act an authority to be known as the National Disaster Management Authority. അപ്പൊ ഇത് ഇൻഎഫക്റ്റീവ് വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി, അതായത് ഇതിന്റെ കാര്യങ്ങൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, ആക്ച്വലി ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ബേസിലാണ് നമുക്ക് ഇപ്പം COVID-19 വന്നപ്പം ആ ലോക്ക്ഡൌൺ ഒക്കെ അനൗൺസ് ചെയ്തത്, കംപ്ലീറ്റ് അനൗൺസ് ചെയ്യുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അണ്ടറിലുള്ള റൂൾസ് വെച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഇതിന് ശേഷം വന്ന് നമുക്ക് ഒരുവിധം വന്നതിൽ ഇപ്പം ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ് ഇപ്പം ഫേസ് ചെയ്തത്. സോ അതിന്റെ ലോക്ക്ഡൌൺ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 അണ്ടറിലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ കുറച്ചും കൂടെ കാര്യങ്ങളൊന്ന് നോക്കാം. ദ നാഷണൽ അതോറിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ്, അപ്പൊ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എങ്ങനെയാണ് അതിന്റെ എന്തൊക്കെ ആരൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കൺസിസ്റ്റ് ഓഫ് ദ ചെയർപേഴ്സൺ ആൻഡ് സച്ച് നമ്പർ ഓഫ് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിംഗ് 9. അപ്പൊ അതുപോലെ 9 മെമ്പേഴ്സും കൂടെ, മാക്സിമം 9 മെമ്പേഴ്സും കൂടെ ഉണ്ടാവും, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. So the national authority shall consist of the following. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന അതിന്റെ ഇൻക്ലൂഡഡ് ആവുന്നത് the Prime Minister of India, who shall be the chairperson of the national authority. Okay, so അതിന്റെ ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ള ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. ദെൻ അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിംഗ് 9, അതർ മെമ്പേഴ്സ് മാക്സിമം 9 വരെ പോവാം. That should be nominated by the chairperson of the national authority. So ഈ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ ആ ചെയർപേഴ്സൺ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ബാക്കിയുള്ള മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. The chairperson of the national authority may designate one of the members nominated under clause B of subsection 2 to be the vice chairperson of the national authority. അത് നിങ്ങൾ ക്ലോസ് ഒന്നും ജസ്റ്റ് ഓർമ്മയുള്ളത് പറഞ്ഞേ ഉള്ളൂ. ഇതിനകത്ത് ആൾക്കാർ ഒഫീഷ്യൽസിനെ എങ്ങനെ വേണമെന്നല്ല ഉള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആക്ച്വലി ചെയർപേഴ്സൺ, അതായത് ആ ഒരു സെക്ഷന്റെ അണ്ടറിൽ ഒരു ക്ലോസ് ബി സബ്സെക്ഷൻ 2 ഒക്കെ ഉണ്ട്. അതിനകത്താണ് എന്താണ് എങ്ങനെയുള്ള ആളായിരിക്കണം വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഈ ചെയർപേഴ്സൺ എന്ത് ചെയ്യും, ഒരു വൈസ് ചെയർപേഴ്സണിനെ ഡെസിഗ്നേറ്റ് ചെയ്യാം. The term of the office and conditions of services of members of the national authority shall be such as may be prescribed. അപ്പൊ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫീസ് മെമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആയിരിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആക്ട് അത് ജസ്റ്റ് കാണിച്ചു തരാം. ദെൻ പവേഴ്സ് ആൻഡ് ഇതും കൂടെ പറഞ്ഞിട്ട് നോക്കാം. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് നാഷണൽ അതോറിറ്റി. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വരുന്ന സാധനം മാത്രമേ ഇക്കൗണ്ട് എടുത്തിട്ടുള്ളൂ. ആക്ട് ശരിക്കും ഒരുപാട് വലിയ കാര്യമാണ്, കുറെ കാര്യങ്ങൾ അതിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, ആക്ച്വലി നിങ്ങൾ നോക്കി കാണാം, ഒരു അബൌട്ട് 30 പേജസ് ഉണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനകത്ത് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് പിന്നെ ടൈറ്റിൽ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, ഡെഫിനിഷൻസ്, അതായത് നമ്മുടെ ഡിസാസ്റ്റർ ടേംസിൽ പല കാര്യങ്ങളെയും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ ഈ ആക്ട് അനുസരിച്ചിട്ട് ഒരു ടേമിന് ഓരോ മീനിങ് ഉണ്ടാവും, അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ കാര്യങ്ങൾ, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, മീറ്റിംഗ്സ്,
അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ്. അപ്പൊ അതിനകത്തുള്ള ഓഫീസേഴ്സിന്റെ അതർ എംപ്ലോയീസിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ്. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് നാഷണൽ അതോറിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അഡ്വൈസറി കമ്മിറ്റി ബൈ നാഷണൽ അതോറിറ്റി, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതർ സബ് കമ്മിറ്റീസ്, അതായത് അതിന്റെ കമ്മിറ്റീസും അതിന്റെ സബ് കമ്മിറ്റീസ് അതിന്റെ ഒഫീഷ്യൽസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ്. പവർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദാറ്റ് കമ്മിറ്റി, നാഷണൽ പ്ലാൻ, ദെൻ ഗൈഡൻസ് ഫോർ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് റിലീഫ്, റിലീഫ് ഇൻ ലോൺ റീപേയ്മെന്റ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ തേർഡ് ചാപ്റ്ററിൽ വരുമ്പോൾ അതൊക്കെ നാഷണൽ ലെവലുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ഇനി ശരിക്കും നമുക്ക് കംപ്ലീറ്റ് ഒരു നാഷൻ വൈഡ് ഡിസാസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളതാണെങ്കിലും അത് ചിലപ്പോൾ സ്റ്റേറ്റിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കാണും. ഓക്കെ, അപ്പൊ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ അണ്ടറിൽ എന്ത് വരും? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വരും. അപ്പൊ അവരുടെ ഫങ്ഷൻസ് ആണ് തേർഡ് ചാപ്റ്ററിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, മീറ്റിംഗ്സ്, അതിലുള്ള എംപ്ലോയീസും അതുപോലെ ആരൊക്കെയാണ്, അതിന്റെ കമ്മിറ്റീസ്, സബ് കമ്മിറ്റീസ്, പവേഴ്സ്, ഗൈഡ് ലൈൻസ്, അങ്ങനെ സ്റ്റേറ്റ് പ്ലാൻസ്, ആ സ്റ്റേറ്റ് ലെവലിലുള്ള ഇതേപോലെ മാനേജ്മെന്റ് അതോറിറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദാറ്റ് ഈസ് അഗൈൻ ആ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതോറിറ്റിയും മീറ്റിംഗ്സും അതിന്റെ ഡീറ്റെയിൽസ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് മെഷേഴ്സ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോ അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് മെഷേഴ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് മെഷേഴ്സ്, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ലെവൽസിലുള്ള റെസ്പോൺസിബിലിറ്റി, അവരുടെ സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, അതൊക്കെ ഇൻക്ലൂഡ് ആവുന്നത്. പിന്നെ ലോക്കൽ അതോറിറ്റീസ്, ഇതിന്റെ താഴെ ലോക്കൽ അതോറിറ്റീസ് കാണും. പിന്നെ അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദെൻ നാഷണൽ റെസ്പോൺസ് ഫോഴ്സ്, പിന്നെ ഫൈനലി അതിന്റെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ്. ശരിക്കും ഇത്രയും കാര്യങ്ങൾ വരുന്ന, ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയൊരു സാധനമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളത് കംപ്ലീറ്റ് ഒന്നും നോക്കാൻ നിൽക്കണ്ട. അതിനകത്ത് വരുന്ന പിന്നെ കഴിഞ്ഞിട്ടില്ല. അതുകൂടാണ്ട് പിന്നെ വരുന്നത് അതിന്റെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്, അതിന്റെ പണിഷ്മെന്റ്, ഒബ്സ്ട്രക്ഷൻ, അങ്ങനെ അതിന്റെ റൂൾസും കാര്യങ്ങളും, പിന്നെ മിസ്സലേനിയസ് അതർ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻഫോഴ്സ് വന്നത് 23 ഡിസംബർ 2005 ഓക്കെ. സോ ഇതിനകത്ത് കണ്ടോ നിങ്ങള്, ഫസ്റ്റ് വരുന്നത് ഈ പ്രിലിമിനറി കാര്യങ്ങളാണ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, അതായത് ഡെഫിനിഷൻസ് ആണ്. എന്ന് വെച്ചാൽ എഫക്റ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, മീൻസ് എൻ ഏരിയ ഓർ പാർട്ട് ഓഫ് കൺട്രി ബൈ ഡിസാസ്റ്റർ. കപ്പാസിറ്റി ബിൽഡിംഗ് എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഡിസ്ട്രിക്ട് പ്ലാൻ, ഡിസ്ട്രിക്ട് അതോറിറ്റി, ലോക്കൽ അതോറിറ്റി, മിറ്റിഗേഷൻ, ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് ഉണ്ടല്ലോ, അതിനെ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ആദ്യം പറയുന്നത്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റും റൂൾസും അതിലുള്ള ഒഫീഷ്യൽസിന്റെ ഡീറ്റെയിൽസും, കോൺസ്റ്റിറ്റ്യൂഷൻ, മീറ്റിംഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതേ കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ വരും, ഡിസ്ട്രിക്ട് ലെവലിൽ വരും. പിന്നെ അതേപോലെ ഇതിന്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അങ്ങനെ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആവുന്നതാണ് ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ഒന്നും എന്തായാലും നമ്മുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്തിനാണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ, എന്താ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തായിട്ട് ഡിഫൈൻ ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിവിഷന്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ മെയിൻ അതോറിറ്റിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇതും കൂടെ ഒന്ന് നോക്കാം, പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്. നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വരുന്ന അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള അതോറിറ്റിയാണ് നാഷണൽ അതോറിറ്റി. സോ അവരുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, സോ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് നാഷണൽ അതോറിറ്റി. Subject to the provisions of this Act, the National Authority shall have the responsibility for laying down the policies, plans, and guidelines for disaster management for ensuring timely and effective response to disaster. Okay, so that complete disaster management, complete policy, plan, guidelines. Okay, that ensure timely and effective response to disaster. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈംലി എഫക്റ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് വരുന്നത്, അതിന്റെ പോളിസീസും പ്ലാൻസും എല്ലാം ഇൻക്ലൂഡഡ് ആവുന്നതാണ്. ആക്ച്വലി എന്താ പറയുന്നത്, സോറി, ഈ പ്ലാൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന നാഷണൽ അതോറിറ്റിയാണ്. ഓക്കെ, വിത്തൗട്ട് പ്രിജുഡൈസ് ടു ജനറാലിറ്റി ഓഫ് ദ പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1, നാഷണൽ അതോറിറ്റി മേ, ഈ സബ്സെക്ഷൻസ് നിങ്ങൾ അധികം ഓർമ്മിക്കണ്ട കേട്ടോ, അത് അതിനകത്ത് പറയുന്ന പോയിന്റ് ഒന്ന് കോട്ട് ചെയ്തേ ഉള്ളൂ. സോ നാഷണൽ അതോറിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ
അതിന്റെ അവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വരുന്നത് ലേ ഡൗൺ പോളിസീസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ദെൻ അപ്രൂവ് ദ നാഷണൽ പ്ലാൻ. Approve plans prepared by the ministries or departments of the government of India in accordance with the national plan. Lay down guidelines to be followed by the state authorities in drawing up the state plan. Okay, കംപ്ലീറ്റ് നമ്മൾ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസീസിന് അക്കോർഡൻസ് ആയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നാഷണൽ പ്ലാൻ അപ്രൂവ് ചെയ്യുക. ദെൻ അതുപോലെ പ്ലാൻസ് പ്രിപ്പയർഡ് ബൈ മിനിസ്ട്രീസ് അല്ലെങ്കിൽ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യുന്ന പ്ലാൻസ്, അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് അപ്രൂവ് ചെയ്യുക according to our national plan. Then adevole lay down the guidelines to be followed by the state authorities in drawing up the state plan. പിന്നെ വരുന്നത് lay down guidelines to be followed by the different ministries or department of government of India for the purpose of integrating the measures for prevention of disaster or the mitigation of its effect in their development plans and projects. Okay, അപ്പൊ അതായത് അവർ കുറെ നമ്മുടെ ഡിഫറെന്റ് മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഫോർ ദ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ദ മെഷേഴ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റർ ഓർ ദ മിറ്റിഗേഷൻ ഓഫ് ഇറ്റ്സ് എഫക്ട് ഇൻ ദ ഡെവലപ്മെന്റ് പ്ലാൻസ് ആൻഡ് പ്രൊജക്ട്സ്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഗൈഡ് ലൈൻസ്. ദെൻ കോർഡിനേറ്റ് ദ എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പോളിസി ആൻഡ് പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കംപ്ലീറ്റ് പോളിസി, അപ്പൊ അതിന്റെ എൻഫോഴ്സ്മെന്റും ഇംപ്ലിമെന്റേഷനും കോർഡിനേറ്റ് ചെയ്യുക. ദെൻ റെക്കമെൻഡ് പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് മിറ്റിഗേഷൻ. സോ മിറ്റിഗേഷൻ മെഷേഴ്സിന് നമുക്ക് കുറെ ചിലപ്പോൾ സ്ട്രക്ചറൽ ആയിട്ടുള്ളാണെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ചെലവുണ്ടാവും. ഇനി അല്ല അതർ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണെങ്കിൽ അതിന് വേണ്ട എക്സ്പെൻസ് ഉണ്ടാവും. സോ ഫണ്ട് റെക്കമെൻഡ് ചെയ്യാം. Then provide such support to other countries affected by major disaster as may be determined by the central government. ഇപ്പം നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ, ഇപ്പം ചില ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാഷണൽ ലെവലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ അതേപോലെ എന്താണ് മേജർ ഡിസാസ്റ്റർ എഫക്ട് ചെയ്യുന്ന അതർ കൺട്രീസിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതും നമ്മുടെ ഈ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന റൂൾസ് വെച്ചിട്ട്. ഓക്കെ, take such other measures for the prevention of disaster or the mitigation or preparedness and capacity building for dealing with the threatening disaster situation or disaster as it may consider necessary. So അതേപോലെ prevention and mitigation, preparedness measures, capacity building, ഇതിനൊക്കെ വേണ്ട ആക്ഷൻസ് എടുക്കുക. lay down board policies and guidelines for the functioning of the National Institute of Disaster Management. ഈ NIDM ഒക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട പോളിസീസും ഗൈഡ് ലൈൻസും കൊടുക്കുക. അപ്പൊ കംപ്ലീറ്റ് ഇവരുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ആ ഒരു ആക്ടിലുള്ള അക്കോർഡിംഗ് ടു ദ ആക്ട് ഈ പറയുന്ന ഗൈഡ് ലൈൻസും പോളിസീസും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന എല്ലാ ഏജൻസീസും, അതായത് അതർ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, അതേപോലെ അതർ അതോറിറ്റീസ്, ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് കംപ്ലീറ്റ് അത് കോർഡിനേറ്റ് ചെയ്യാം. ദെൻ ഫണ്ട് റെക്കമെൻഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഇന്റർനാഷണൽ ലെവലിൽ അതർ കൺട്രീസിൽ ഡിസാസ്റ്റേഴ്സിന് സപ്പോർട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ദെൻ അതേപോലെ ഈ പറഞ്ഞ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സിന് വേണ്ട ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ, ദെൻ അതർ ഏജൻസി, ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ നാഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അത് കൂടാതെ ബാക്കിയുള്ള അതർ ഏജൻസീസ് ഉണ്ട്. അപ്പൊ അവരുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ട പോളിസീസും ഗൈഡ് ലൈൻസും പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് നാഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ ഓൺ ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കുക. ഞാൻ ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച്, എല്ലാം കംപ്ലീറ്റ് ഒന്നും വായിക്കണ്ട, അതിൽ വേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അത്യാവശ്യമാണ്, കാരണം ഇത് ഇത്രയും കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാം കൂടെ ഒന്നും നിങ്ങളുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. ഓക്കെ, സോ ഇതിനകത്ത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് അതിനകത്ത് ആരൊക്കെ വേണം, പ്രൈം മിനിസ്റ്റർ, അതർ മെമ്പേഴ്സ് ആരൊക്കെ വേണം, പിന്നെ അതിന്റെ മീറ്റിംഗ്സ്. ഓക്കെ, അപ്പൊ അവരുടെ മീറ്റിംഗ്സ് എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് വേണ്ടത്. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ഒഫീഷ്യൽസ്, ഓഫീസേഴ്സ്, എംപ്ലോയീസ്, നാഷണൽ അതോറിറ്റിയിൽ വേണ്ട എംപ്ലോയീസിന്റെ അപ്പോയിന്റ്മെന്റ്. ദെൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്,
എന്തൊക്കെ കാര്യങ്ങൾ അവരെ പവേഴ്സും ഫങ്ഷൻസും ചെയ്യണം എന്നുള്ളത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അഡ്വൈസറി കമ്മിറ്റി ബൈ നാഷണൽ അതോറിറ്റി. ഓക്കെ, അതായത് എക്സ്പേർട്ട്, ഓരോ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് അഡ്വൈസറി കമ്മിറ്റി ഫോം ചെയ്യാം, അവർക്ക് ആക്ടിവിറ്റീസിന് കംപ്ലീറ്റ് ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിന്നെ ഇതിന് വേണ്ടി ഇവരുടെ എന്താണ് അസിസ്റ്റ് ദ നാഷണൽ അതോറിറ്റി ഇൻ ദ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ്, അതിന് വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്യാം. പിന്നെ സബ് കമ്മിറ്റീസ്, കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറച്ച് ചെറിയൊരു കമ്മിറ്റിനെ കൊണ്ടൊന്നും ആകുന്ന കാര്യമല്ല. സോ അതിന്റെ സബ് കമ്മിറ്റീസ്. ദെൻ ഈ അവരുടെ പവർ, ഈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റീന്റെ പവറും ഫങ്ഷൻസും. ദെൻ നാഷണൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ there should be a plan for disaster management for the whole of the country to be called as national plan. So ആ നാഷണൽ പ്ലാനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവണം, അത് ആരൊക്കെ റോൾസ് ഡിഫൈൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവണം. ദെൻ ഗൈഡ് ലൈൻസ് ടു മിനിമം സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ റിലീഫ് ആക്ടിവിറ്റീസിന്റെ മിനിമം സ്റ്റാൻഡേർഡിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്. ദെൻ റിലീഫിന്റെ അതർ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നാഷണൽ ലെവലില്. ഇതേ കാര്യങ്ങൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, അത് ഡിസ്ട്രിക്ട് ലെവലില്, അതർ ലോക്കൽ ലെവൽസിൽ, പിന്നെ ടോട്ടൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആവുന്നതാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Attendance, Akshay. Present, Miss. Anjana. Present, Miss. Anusri. Present, Miss. Ashna. Present, Miss. Ashwin. Present, Miss. Dominic. Present, Miss. Shees. Present, Miss. Adil. Present, Miss. Roshni. Present, Miss. ഷാരോൺ ഇല്ല അല്ലെ. വിഷ്ണു. Present, Miss. വൈഷ്ണവ് ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ലെഫ്റ്റ് ആയതല്ലേ അല്ലെ. ഓക്കെ, താങ്ക് യു.